നല്ല ചൂട് ചോറിൻ്റെ കൂടെ തേങ്ങ അരച്ച് വെച്ച നാടൻ രുചിയിലുള്ള ഒരു അടിപൊളി മീൻകറി ആയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മസാല, 3 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി അല്ലി, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും, ഒരു കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ പൊടികളൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻ കറിക്ക്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. നന്നായിട്ട് തിളച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 കിലോ സാൽമൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ഇന്ത്യൻ സാൽമൺ ആണ് എടുത്തിരിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്പൂൺ ഉപയോഗിച്ച് ഇളക്കരുത്. മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ 3 മിനിറ്റ് കൊണ്ട് തന്നെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഈ താളിച്ചത് നമുക്കിനി മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു മീൻ കറി അടുത്ത ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ ഡിഷാണ്. അപ്പോൾ ഇതുവരെ തേങ്ങ അരച്ച് മീൻ കറി വെക്കാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ.